ഒരാള് വെളിപ്പെടുത്താൻ പറ്റും. പുള്ളിക്കാരി എല്ലാ സത്യങ്ങളും പുറത്തു വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത സിറ്റുവേഷൻ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. അപ്പൊ എന്തായാലും രേണുസുതിയുടെ വിഷയം എന്ന് പറയുമ്പോൾ ആരും തള്ളിക്കളയത്തില്ല, എല്ലാവരും കാണുന്ന ഒരു വിഷയം തന്നെയാണ് രേണുസുതിയുടെ. അത്രയും പേര് രേണുസുതി ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് എന്റെ ഒരു അറിവ്. അപ്പോ മീഡിയക്കാരുടെ മുന്നിൽ ഇവർ കാണിക്കുന്ന ഒരു പെർഫോമൻസ് ഉണ്ട്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇവർ നമ്മളെയൊക്കെ അടിക്കാൻ വരുവാണ്. അതിനെ കുറിച്ചാണ് ഞാൻ ശരിക്കും പറയാൻ വന്നത്. ശരിക്കും രേണുസുതിയുടെ ഇപ്പോഴത്തെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചെയ്തു, ഒരു രക്ഷയില്ല കേട്ടോ. വേറൊരു രേണുസുതിയാണ് ഈ നിൽക്കുന്നത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യപ്പെടുന്നില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്ന ആളാ ഇപ്പം ഭയങ്കര കൂളായിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ നല്ല ഒരു മൗനം എവിടെയോ ഒക്കെയോ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. നേരത്തെ രേണു ക്യാമറാമാന്മാരെയൊക്കെ കാണുമ്പോഴത്തേക്കും അടിക്കാൻ വേണ്ടി ചെല്ലുന്ന ആ ഒരു രീതിയിൽ, എന്ന് വെച്ചാൽ നമ്മളോ ഒരു ആക്ടിങ് ആ ഒരു രീതിയിൽ തെറിച്ച് നിൽക്കുന്ന ആള് ഇപ്പം മര്യാദക്ക് അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന കണ്ടില്ലേ. ശരിക്കും ഒരു പ്രശ്നത്തിനും ഇല്ല ഇപ്പൊ പുള്ളിക്കാരി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വഴിക്ക് വിട്ടേര്, ഞാൻ ഒരു പ്രശ്നത്തിനും ഇല്ല എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു മട്ടിലാണ് പുള്ളിക്കാരി ഇപ്പൊ നിൽക്കുന്നത്. ശരിക്കും രേണു ഇതൊക്കെ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നതായിരുന്നു. ഷെഫീന ബീവി കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടതിന് ശേഷം പുള്ളിക്കാരിക്ക് ഒരു പ്രതികരണവും ഇല്ല. ശരിക്കും ഒരു പെണ്ണിന്റെ മുന്നിൽ ഒരു അലിഗേഷൻ വരുന്നു, അത് പ്രതികരിച്ചില്ല എന്നുള്ളെങ്കിൽ വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. കാര്യം എന്താ വെച്ചാൽ അത് ചെയ്തിട്ടുള്ളത് കൊണ്ടായിരിക്കും അവർ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നത്. പബ്ലിക് ആയിട്ടാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കെന്നും പറഞ്ഞുകൊണ്ട് എങ്കിലും അവൾ വരണമായിരുന്നു. ശരിക്കും ഏതൊരു പെണ്ണിനും ഈ ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ ഇറങ്ങി പുറപ്പെടുകയോ ഒന്നെങ്കിൽ കേസ് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പബ്ലിക്കിൽ വന്ന് സംസാരിക്കും. ഇത് ഒരക്ഷരവും ഇണ്ടാണ്ട് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇവര് സബ്സ്ക്രിപ്ഷനിൽ ഇട്ട ആ ഒരു സ്റ്റാറ്റസ് ഉണ്ട്. ആ സ്റ്റാറ്റസിന് താഴെ കാലൊക്കെ കാണിച്ചിരിക്കുന്ന ഒരു സ്റ്റാറ്റസ് ഉണ്ട്. ആ സ്റ്റാറ്റസിന് താഴെ ഒരാൾ വന്ന ഒരു കമന്റ് ഇട്ട്, ഒരു ദിവസം എനിക്ക് നേരിട്ട് കാണാൻ പറ്റുമോ, മീറ്റ് ചെയ്യാൻ പറ്റുമോ, റേറ്റ് എത്രയാന്നൊക്കെ ചോദിച്ച ആ ഒരു ചാറ്റ്. അന്നേരം പുള്ളിക്കാരി പറയുന്നു എന്റെ മാനേജറാണ് അത് തീരുമാനിക്കുന്ന, മാനേജറെ കോണ്ടാക്ട് ചെയ്യുന്നൊക്കെ പറയുന്ന ആ ഒരു ചാറ്റ്. അതിനെക്കുറിച്ച് പോലും, അതും വെളിയിൽ വന്നിട്ട് അതിനെക്കുറിച്ച് പോലും ഇവർക്ക് യാതൊരു ഒരു പ്രതികരണവും ഇല്ല. വേറൊരു കാര്യം പറയാനുള്ളത്, സബ്സ്ക്രിപ്ഷൻ വീഡിയോ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം സബ്സ്ക്രിപ്ഷൻ ചെയ്തവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, കാശ് കൊടുത്തവർക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, അല്ലാത്തവർക്കൊന്നും അത് കാണാൻ പറ്റത്തില്ല. ഇപ്പൊ ശരിക്കും പുള്ളിക്കാരിയുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കള്ളത്തരങ്ങളൊക്കെ വെളിയിൽ വന്നു, എന്നിട്ട് എന്ത് പറയണമെന്ന് പോലും പറയാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത്. രേണുവിന്റെ ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം. മീഡിയ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഇപ്പൊ രേണുവിന് അറിയാം. തീർച്ചയായിട്ടും. കാരണം ഒരു വിവാദം നടന്ന പറഞ്ഞു മീഡിയക്കാരെല്ലാം എന്റെ കയ്യിലാന്നല്ല പറയുന്നത്. ഒരിക്കലും അല്ല, എന്റെ സുഹൃത്തുക്കളാണ് എല്ലാവരും. ഒരു വിവാദം, ഒരു കേസ് നടന്നിരിക്കുകയാണ്, അറിയാം. അപ്പൊ മീഡിയക്കാരുടെ എന്തോ കാര്യമാണ് പുള്ളിക്കാരി പറയുന്നത്. മീഡിയക്കാരെ ഡീൽ ചെയ്യാൻ അറിയാമായിരുന്നെങ്കിൽ ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാവത്തില്ല. ഇവര് പിന്നെ ഇങ്ങനെ റീച്ച് ഔട്ടും ഇല്ലായിരുന്നു. ഇവരെങ്ങനെയാണ് റീച്ച് ആയത്? നെഗറ്റീവിലൂടെ ഈ മീഡിയക്കാർ വഴി റീച്ച് ഉണ്ടാക്കി. ശരിക്കും നെഗറ്റീവ് പബ്ലിസിറ്റി കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ച ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്ന രേണുസുതിയാണ്. ഇത്രയും നാളായിട്ടും ഈ ഒരു ലൈം ലൈറ്റിൽ നിൽക്കണമെങ്കിൽ ഇവര് കൊടുത്ത നെഗറ്റിവിറ്റിയാണ് അതിന് കാരണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, തുടങ്ങിയപ്പോൾ മുതൽ ഈ ഒരു നിമിഷം വരെ ഒരേ രീതിയിൽ ഒരു മാറ്റമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ആ ഒരു നെഗറ്റിവിറ്റിയും അതുപോലെ തന്നെ പബ്ലിസിറ്റിയും. ശരിക്കും രേണു കണ്ടന്റ് കൊടുക്കാതിരിക്കുന്നത് ഈ ഒരു കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. കൂടിപ്പോയ ഒരു മാസം, അത് കഴിയുമ്പോൾ വീണ്ടും പത്തി വിടർത്തി പുള്ളിക്കാരി ആടും. അപ്പൊ എന്തായാലും രേണുവിന്റെ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വന്നപ്പോ അല്ല, ഞാൻ ഇന്നലെ 3 മണി രാത്രി വരുമ്പോ ഷൂട്ടല്ല, ഒരു അമ്പലത്തിൽ വിളക്കൊടുക്കണം പാലക്കാട്. സംഭവം മനസ്സിലായോ? രേണുവിന്റെ പുതിയ സിനിമയുടെ പൂജ എന്തോ, അപ്പൊ അതിന്റെ ഒരു ക്ലിപ്പാണ് ഞാനിപ്പോ കാണിച്ചത്. സിനിമയിലൊക്കെ ഒരു ചാൻസ് കിട്ടുന്നെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ്, അതിന് നിസ്സാരമായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യകാലത്തൊക്കെ ഈ സിനിമയുടെ ഷൂട്ട്, ഈ ഒരു പ്രശ്നങ്ങളൊക്കെ, ഈ നെഗറ്റിവിറ്റി ഒക്കെ കിട്ടുന്നതിന് മുന്നേ ഒരു സിനിമയിലേക്കാണ് ഫസ്റ്റ് കയറിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. എന്തായാലും ഇവർക്ക് അഭിനയിക്കാനുള്ള കഴിവുണ്ടെന്നൊന്നും ഞാൻ ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. പാടാനുള്ള കഴിവുണ്ട് കേട്ടോ, അത് നമുക്ക് പറയേണ്ടി വരും. കാര്യം ഒരുപാട് പാട്ടുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പാടാനുള്ള കഴിവുണ്ട്, പക്ഷെ അഭിനയിക്കാനുള്ള കഴിവ് തീരെയില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ കുറെ അപരാധങ്ങളുണ്ട്. കാര്യം ഈ മറ്റേ ആൽബത്തിലൊക്കെ കിടന്ന് കാണിച്ചു കൂട്ടുന്ന ഓരോ കോപ്രായങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വിലയിരുത്തുന്നത്. പിന്നെ ഈ സിനിമയിൽ ഇനി എന്ത് റോളാണ് പുള്ളിക്കാരിക്ക് കിട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെട്ടിപ്പിടുത്തോ അതും ഇതൊക്കെ കണ്ടിട്ടായിരിക്കും രേണുവിനെ അതിനകത്തോട്ട് വിളിച്ചത്. അപ്പൊ ഇനി അങ്ങനത്തെ എന്തെങ്കിലും സീനാണോ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല.
ശരിക്കും ആ ഒരു നടിയുടെ കാലിലൊക്കെ ഒരു അമ്മയാണ് പുള്ളിക്കാരി, നമുക്ക് അറിയാവുന്നതാണ്, ഒരുപാട് സിനിമകളിലൊക്കെ അമ്മ വേഷം ചെയ്തിട്ടുള്ളതാണ്. പുള്ളിക്കാരിയുടെ കാലിലൊക്കെ വീണ് പിന്നെ അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. പുള്ളിക്കാരിയുടെ കാല് വാരാതിരുന്നാൽ മതി, കാര്യം സഹായിക്കുന്നവരെയൊക്കെ ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ രേണുസുധിയുടെ രക്തത്തിലുള്ള ഒരു സാധനം, അത് സഹായിച്ചവരെ, വീട് വെച്ച് കൊടുത്തവരെ വരെ എന്തൊക്കെയാ പറഞ്ഞു. അപ്പോ രേണുവിന്റെ ഒരു പ്രസംഗം ഒക്കെ ഉണ്ട്, അതൊന്ന് കണ്ടിട്ട് വരാം. സാറിന്റെ രണ്ടാമത്തെ സിനിമയാണ് ഞാൻ ചെറിയൊരു വേഷം ചെയ്യാനായിട്ട് വന്നത്. ഇപ്പൊ രണ്ടാമത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല കേട്ടോ, ആദ്യത്തെ സിനിമയാണെന്ന് ഞാൻ വിചാരിച്ചത്, രണ്ടാമത്തെയാണെന്ന് പറയുന്നത്. ആദ്യത്തെ സിനിമ പുറത്തിറങ്ങിയില്ലെന്ന് പോലും അറിയത്തില്ല. ഒത്തിരി സന്തോഷം. സാറന്ന് നമ്മുടെ ഫസ്റ്റ് സിനിമ ചേഞ്ചിന്റെ ഓഡിയോ ലോഞ്ചിൽ തന്നെ സാർ ഒരു വാക്ക് പറഞ്ഞിരുന്നു. എന്താ പറയാ, ഇതിനെക്കുറിച്ച് മിക്കവാറും ബിഗ് ബോസിൽ പോകുമെന്നാണ് തോന്നുന്നത്. എനിക്കൊന്ന് അമാനുഷികമായിട്ട് എന്തോ കഴിവുള്ളതുകൊണ്ടാണ് കിട്ടിയ അവസരം കൊണ്ട് നശിപ്പിച്ചിട്ട് ബിഗ് ബോസ് എന്നും പറഞ്ഞ് ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കണേ, ആ ബിഗ് ബോസിൽ നല്ല രീതിയിൽ പുള്ളിക്കാരി നിന്നിരുന്നെങ്കിലുണ്ടല്ലോ, നല്ല രീതിയിൽ അവസരങ്ങളും കിട്ടിയേനെ, പൈസയും കിട്ടിയേനെ. ലാലേട്ടൻ പറ്റത്തില്ലെങ്കിൽ ഇങ്ങ് പോരേന്ന് പറഞ്ഞ് പിടിച്ചിറക്കി വിട്ടതാണ്. നല്ല രീതിയിൽ അവിടെ നിന്നിരുന്നെങ്കിൽ പുള്ളിക്കാരി ഏതെങ്കിലും ഒരു ലെവലിലെത്തിയേ, നല്ലൊരു കരിയർ ഇവർക്ക് ബിൽഡ് ചെയ്യായിരുന്നു. സത്യം പറഞ്ഞാൽ കിട്ടിയ അവസരം ഇവർ പാഴാക്കിയതാണ്. ശരിക്കും 35 ദിവസമാണ് രേണു അവിടെ നിന്നിട്ടുള്ളതെന്ന് പറഞ്ഞത്. പക്ഷെ 100 ദിവസം അവരവിടെ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ഇപ്പൊ വേറൊരു ലെവലിലെത്തി, ഇവരുടെ ലൈഫ് സെറ്റിലായി പോയേനെ. ഇവർക്ക് ഇങ്ങനെയുള്ള ഡൂക്കിലി, ഷോർട്ട് ഫിലിമോ ആൽബത്തിലൊന്നും അഭിനയിക്കേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു, നല്ല രീതിയിൽ ജീവിക്കായിരുന്നു. രേണുസുധിയുടെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ചുറ്റും ക്യാമറ, എപ്പോഴും ലൈം ലൈറ്റിൽ ഇങ്ങനെ നിൽക്കുക, തിളങ്ങി നിൽക്കുക, നെഗറ്റിവിറ്റി കൊണ്ടുവന്ന് പബ്ലിസിറ്റി ആക്കുക, അങ്ങനെ ഒരു ഭയങ്കര അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് രേണുസുധിയുടെ ഒരിത്. അല്ലാതെ വീട്ടില് ഇങ്ങനെ കുറെ കുച്ചു പേരുമായിട്ട് നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥയല്ല പുള്ളിക്കാരിക്ക്. ഇങ്ങനെ പറന്നു നടക്കണം, അതുപോലെ തന്നെ ഫുൾ ടൈം ക്യാമറകൾ കൂടെ വേണം, അങ്ങനെയൊക്കെ ഉള്ള ഒരു. ഒന്ന് ആലോചിച്ച് നോക്കി, സെലിബ്രിറ്റികളൊക്കെ, വലിയ വലിയ സെലിബ്രിറ്റികളൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് ചുറ്റും ക്യാമറയുമായിട്ട് ഓരോരുത്തർ വരത്തില്ല. ആ ഒരു ഫീലാണ് എപ്പോഴും രേണുസുധിക്ക് വേണ്ടത്. എന്തായാലും പുള്ളിക്കാരിക്ക് ആ ഒരു സുഖം കിട്ടിപ്പോയി, അതിന്റെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ ആകാം. അപ്പൊ എന്തായാലും ബാക്കിയും കൊടുക്കണം. എന്തായാലും ലീല ചേച്ചി അതുപോലെ എല്ലാവരെയും കാണാൻ ദൈവം വീണ്ടും ഇടയാക്കി. പിന്നെ അതുപോലെ തന്നെ ഈ അമാനുഷികവും വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. എന്തായാലും ആ പടം ഹിറ്റ് ആവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഇതിൽ കൂടുതൽ വേറെ ഒന്നും പറയാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു വീഡിയോ കണ്ട്, ഈ വീഡിയോ അല്ല, കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ഈ മീഡിയക്കാരുടെ മുന്നിൽ വരുമ്പോൾ രേണുസുധിയുടെ ഒരു ആക്ഷൻ ഉണ്ട്, ഇങ്ങനെ ഒരു പിടുത്തമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവർക്ക് അതൊരു അങ്ങനെ ആയിപ്പോയി. നേരിട്ട് പണ്ടൊക്കെ മുടി വെച്ച് കവർ ചെയ്യുമായിരുന്നു, ഇപ്പൊ കൈ വെച്ച് ഇങ്ങനെ കവർ ചെയ്യും. എന്തുവാണ്, ഒരു ശരീരത്തിന്റെ ഒരു ഭാഗം പോലും മറ്റൊരാൾ കാണരുത് എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു പാവം പെൺകുച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ പുറമേ നിന്ന് കാണുന്ന ഈ സബ്സ്ക്രിപ്ഷന്റെ കാര്യങ്ങളൊന്നും അറിയാത്ത ഒരാൾ വിചാരിക്കും, അയ്യോ എന്തുവാ നല്ലൊരു പെണ്ണ്, എന്തൊരു മാന്യതയാന്ന് നോക്കിയേ. പിന്നെ അതും ഭയങ്കര കെയറിങ് എന്ന് ചെയ്യും. എനിക്ക് ചിരിയാ വരുന്നത് ഇത് കാണുമ്പോൾ. ഉള്ള കാര്യം പറയാല്ലേ, സബ്സ്ക്രിപ്ഷനിൽ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്, ഇല്ല അറിയാൻ വയ്യാനായിട്ട് ചോദിക്കുക. ശരിക്കും ഇവരുടെ വിചാരം, ഇങ്ങനെയുള്ളവളുമാരുടെ വിചാരം, ഈ എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്ന് പറയുന്ന ശരീരഭാഗം കാണിക്കാനുള്ള ഒരു സംഭവമാണ് എന്നാണ്. ഇൻസ്റ്റഗ്രാം അതിനാണ് ആ ഒരു സംഭവം വെച്ചിരിക്കുന്നതെന്നാണ് കുറെ ആൾക്കാരുടെയും വിചാരം. ഈ രേണുവിനെക്കാളും വൾഗറായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഉണ്ട് കേട്ടോ. ഞാൻ ഈ രേണുവിനെ മാത്രമല്ല കുറ്റം പറയുന്നത്, രേണുവിനെക്കാട്ടും ഭയങ്കര മോശമായിട്ട് കാണിക്കുന്ന കുറെ എണ്ണം ഉണ്ട് അതിനകത്ത്. അപ്പോ ഞാനൊരു കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ളവളുമാര് സമ്മതിക്കുന്നുണ്ട് ഞാൻ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ രേണുസുധി എന്ന് പറയുന്നത് അംഗീകരിക്കുന്നില്ല. പുറത്ത് കുലസ്ത്രീയും അകത്ത് വേറെ സ്ത്രീയുമായിട്ടാണ് കളിക്കുന്നത്. രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നത് എന്തുവാ, അവളുമാരൊന്നും ചെയ്യുന്നതിന് കുഴപ്പമില്ല, രേണു ചെയ്യുന്നതിന് എന്താ കുഴപ്പമില്ല. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വിമർശിക്കുന്നത്. എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഒക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, ഇതുപോലുള്ള സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നവർ ഓൾറെഡി അങ്ങനെയാണെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള കണ്ടന്റുകളാണ് ചെയ്യുന്നതെന്നും അങ്ങനെയുള്ളവരാണെന്ന് നമുക്കറിയാം. അവരുടെ പ്രൊഫൈൽ ചെന്ന് നോക്കിയാലും അങ്ങനെയുള്ള ഫോട്ടോസും വീഡിയോസും മാത്രമേ കാണത്തുള്ളൂ. രേണു എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. രേണു ബിൽഡ് ചെയ്ത ഒരു ഇമേജ് ഉണ്ട്, ഒരു വിധവ എന്ന് പറയുന്ന ഒരു ഇമേജ്. ഈ സ്ത്രീ സമൂഹത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പൊ അത് എല്ലാവരും പറയുന്നത് അവര് കാണിക്കുന്നുണ്ടല്ലോ, ഇവര് കാണിക്കുന്നുണ്ടല്ലോ, പിന്നെ രേണുവിന് കാണിച്ചാൽ എന്താണ്? അതല്ല ഇവര് കൊടുത്തിരിക്കുന്നത്. തുടക്കം മുതലേ വന്നിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട്. ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം, ചീത്തപ്പേരുണ്ടാക്കാൻ വളരെ ഈസിയാണെന്നുള്ള കാര്യം. ശരിക്കും ഇതിനകത്തൊക്കെ വന്നിരുന്ന പൂജയിലൊക്കെ എന്ത് മാന്യമായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്, എന്തൊരു ഐശ്വര്യം ഉണ്ടെന്ന് നോക്ക്. അല്ലാണ്ട് വന്നിരുന്ന ഈ കാണിക്കുന്ന കോപ്രായങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ പ്രതികരിച്ചു പോകുന്നത്. ഈ സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണമായിരുന്നു, നിങ്ങളുടെ ഭർത്താവിന് ഒരു ഫാമിലി ഉണ്ടെന്ന്. പുള്ളിക്ക് ജീവിച്ചിരിക്കുന്ന ഒരു അമ്മയുണ്ട്, ചേട്ടനുണ്ട്, മകനുണ്ട്. പിന്നെ നിങ്ങൾക്കൊക്കെ ഇത് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ, ഈ രേണുസുധിക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. നിങ്ങൾക്ക് ഒരു മോനാണ് വളർന്നു വരുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കണം, ഇതൊക്കെ ചിന്തിച്ചിട്ട് വേണ്ട ഈ പരിപാടിക്കൊക്കെ ഇറങ്ങി പുറപ്പെടാൻ.
ശരിക്കും പറഞ്ഞ ഈ പിന്നെ രേണുവിന്റെ വീട്ടുകാർക്കും ചിലപ്പം അമ്മയ്ക്കാണെങ്കിലും അമ്മയെ കണ്ടാലൊക്കെ അറിയാം, നമ്മളൊരു പാവപ്പെട്ട ഒരു അമ്മ, ഒരു സാധാരണക്കാരി, അതുപോലെ തന്നെ അച്ഛന്റെ കാര്യം നമുക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് ഇവരും വീട്ടുകാരും ചിലപ്പോൾ സമ്മതിക്കണമെന്നില്ല. ഇത് ഏത് മക്കളിങ്ങനെ പോകാൻ ഏത് വീട്ടുകാരാ, ഏത് അച്ഛനും അമ്മയാണ് ആഗ്രഹിക്കുന്നത്, അല്ലെ ഏത് അച്ഛനും അമ്മയാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ അവര് സമ്മതിക്കത്തില്ലായിരിക്കും. പിന്നെ രേണുവിന്റെ ഇഷ്ടത്തിനായിരിക്കും ഈ നടക്കുന്നതൊക്കെ, പൈസ കിട്ടുന്നുണ്ടല്ലോ. പോയപ്പം ഗിഫ്റ്റ് കിട്ടിയ ഒരാള് കേട്ടില്ലേ, മാന്യമായിട്ടാണ് റിപ്ലൈ ഒക്കെ കൊടുത്തേക്കുന്നത്. ഇങ്ങനെയൊക്കെ നേരത്തെ കാണിക്കുമായിരുന്നു. എന്തൊക്കെയായിരുന്നു നേരത്തെ മീഡിയയുടെ മുന്നിൽ അവതരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ കണ്ടില്ല എന്തുവായിരുന്നു, വട കാണുന്നുണ്ടോ, അതുപോലെ തന്നെ എന്തൊക്കെ ഈ ഡബിൾ മീനിങ് ആയിരുന്നു പുള്ളിക്കാരി പറഞ്ഞുകൊണ്ടിരുന്നത്, ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു രീതിയിൽ തന്നെ അന്നും റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര പേര് നിങ്ങളെ സപ്പോർട്ട് ചെയ്തേനെ, നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടേനെ. നിങ്ങൾ ഈ മീഡിയക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങളെ വളച്ചൊടിച്ച് പിന്നെ അതുപോലെ തന്നെ തെറികൾ പറയുക, എന്തോരം തെറിയാ പറഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വളച്ചൊടിച്ച് പറയുക, ഇങ്ങനെ ഈ നെഗറ്റിവിറ്റി ഇങ്ങനെ ഇതാക്കുമ്പോഴത്തേക്കുമാണ് നമ്മൾ ഈ റിയാക്ഷൻ ബ്ലോഗേഴ്സ് അതെടുത്ത് പ്രതികരിക്കുന്നത്. എനിക്ക് മീഡിയക്കാര് വന്നിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഏത് ചോദ്യം ചോദിക്കണമെന്ന് അവർ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. മഞ്ജു പത്രോസ് അങ്ങനെ ഒരു ഇത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ രഞ്ജിനി ഹരിദാസിന്റെ കാര്യം എനിക്ക് എടുത്ത് പറയാനുണ്ട്. രഞ്ജിനി ഹരിദാസിന്റെ അടുത്ത് ഇതുപോലെ മീഡിയക്കാരോ എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ടാകും, നീ നിന്റെ മറ്റുള്ളവരോട് പോയി ചോദിച്ചാൽ മതി, എന്റെ അടുത്ത് ഇങ്ങനത്തെ ഉള്ള ചോദ്യം ചോദിക്കാൻ വരണ്ടെന്ന്. അങ്ങനെയൊക്കെ മാസ മറുപടിയൊക്കെ കൊടുക്കണം. ഇതിനകത്ത് മീഡിയക്കാരെ വിളിച്ചു വരുത്തുന്ന തന്നെ രേണു സുധിയാണെന്ന് വേണം പറയാൻ. എല്ലാ മീഡിയക്കാരെയും വിളിച്ച് വരുത്തി ഇതുപോലുള്ള ഈ അപരാധങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആരാണേലും പ്രതികരിച്ചു പോകും. അപ്പൊ എന്തായാലും രേണുസുധിയുടെ ഒരു വീഡിയോയും കൂടെ കാണിക്കുക. ഈ വിവാദങ്ങൾക്കൊക്കെ മുന്നേ ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അതിനകത്ത് രേണു ഭയങ്കരമായിട്ട് സംസാരിക്കുകയാണോ ഒന്ന് കണ്ടു നോക്ക്. കള്ളക്കടത്തിലൂടെ ഒരു രൂപ എനിക്ക് സമ്പാദിക്കേണ്ട, നമ്മള് ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ ആണല്ലോ നേരെ ചൊവ്വ മെറ്റയിൽ നിന്നല്ലേ അവരവിടുത്തെ എടുത്തിട്ട് നമുക്ക് തരുന്ന നമ്മുടെ നിയമത്തിനനുസൃതമായിട്ടുള്ള പൈസയാണ് നമുക്ക് സബ്സ്ക്രിപ്ഷൻ ആണെങ്കിലും കിട്ടുന്നത്. സബ്സ്ക്രിപ്ഷനിലൂടെ കാശുണ്ടാക്കുന്നത്, നിങ്ങൾ കാശുണ്ടാക്കുന്നത് ഒരു മനോഹരമായിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ എവിടെയും പറയത്തില്ല. അതിനകത്ത് കാണിക്കുന്ന പരിപാടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാവുന്നതല്ലേ. അതിനകത്ത് കാണിക്കുന്നത് നല്ല കാര്യങ്ങളാണെന്ന് രേണുവിന്റെ ഫാൻസ് ചിലപ്പോൾ വിശ്വസിക്കുമായിരിക്കും, പക്ഷെ നമ്മുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് നോക്കണ്ട. അല്ലാതെ അത് കള്ളത്തരമൊന്നുമല്ല. അപ്പൊ ഞാൻ കള്ളത്തരത്തിൽ ഒരു പൈസയും നേടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല, അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല. പിന്നെ എനിക്ക് അന്ന് ദേഷ്യം കയറുമ്പോൾ പറഞ്ഞു നിന്റെ അവിടെ തന്തയാണെന്ന് പറഞ്ഞു. ശരിയാണ്, എനിക്ക് ഇപ്പോഴും അങ്ങനെയാണ് പറയാനുള്ളത്. അത് ചെയ്യുന്ന അവിടെ തന്തയും തള്ളയായിരിക്കും, ഞാനല്ല. അതിനകത്ത് പറയുന്ന കേട്ടോ, ദേഷ്യം വന്നപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞാണ്, ഇപ്പൊ ഞാൻ പറയുന്നത് അവളെ തന്തയും തള്ളയും ആയിരിക്കും. എന്തായാലും അവരുടെ തന്തയ്ക്ക് കയറി വിളിച്ചതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പൊ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രേണുസുധി. കമാന്നൊരു അക്ഷരം പോലും പുള്ളിക്കാരിക്ക് മിണ്ടാൻ പറ്റുന്നുണ്ടോ? എന്തായാലും ഷഫീന ബീവിയെ പ്രകോപിപ്പിച്ചതിന്റെ ആ ഒരു ഇതിലാണ് ഇപ്പൊ പുള്ളിക്കാരി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെയും കയറി ഇങ്ങനെ ചൊറിയാണ്ടിരിക്കുക, പ്രകോപിപ്പിക്കാതിരിക്കുക. നിങ്ങളുടെ സൈഡിൽ ന്യായവും അത് പറഞ്ഞ് പിടിച്ചു നിൽക്കാനുള്ള കേപ്പബിലിറ്റിയും ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളൊന്നും മിണ്ടാൻ പോരും. ഇനിയെങ്കിലും രേണുസുധി ഇപ്പൊ നിൽക്കുന്ന ഒരു നിപ്പുണ്ടല്ലോ, മാന്യമായിട്ട് നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു നിപ്പുണ്ടല്ലോ, അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതാവുമ്പോൾ നിങ്ങൾക്കെതിരെ വരുന്ന വീഡിയോസും കുറയും, നല്ല രീതിയിലുള്ള ആൾക്കാർ ഈ മോശം പറയുന്നതൊക്കെ ഒന്ന് നിർത്തുകയും ചെയ്യും. നിങ്ങളെ സംബന്ധിച്ച് കുറച്ചുനാൾ കഴിയുമ്പോൾ ഈ ഒരു രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ സപ്പോർട്ട് ചെയ്യും. എന്തായാലും ഇപ്പൊ തന്നെ കുറെ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഇങ്ങനത്തെ ഒരു ലെവലിൽ ഇപ്പൊ നിൽക്കുന്ന ഒരു ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ ഇനി സപ്പോർട്ട് നമ്മൾ എല്ലാവരും തരുമെന്ന് ഞാൻ പറയുന്നു. എന്താ വെച്ചാൽ അങ്ങനെയാണ്. നിങ്ങൾ ഇങ്ങനെ ഒരുപാട് ഓവറായിട്ട് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുമ്പോഴത്തേക്കുമാണ് ആൾക്കാരെ നിങ്ങളായിട്ട് പൊരിക്കുന്നത്. പക്ഷെ ഈ നല്ല രീതിയിൽ നിൽക്കാനുള്ള ഒരു അവസരം നിങ്ങൾ ഇതുവരെ കൊടുത്തിട്ടില്ല ആർക്കും, അതുകൊണ്ടാണ്. അപ്പൊ ഇനിയെങ്കിലും കൊടുക്കുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ എനിക്ക് തന്നെ ഒരുപാട് മെസ്സേജ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയിൽ വരുന്ന കമന്റ് എന്ന് പറയുന്നത് ഞങ്ങൾ പറയാനിരുന്ന കാര്യമാണ് നിങ്ങൾ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. ഒരുപാട് പേർക്ക് പറയാനുള്ള കാര്യമാണ് നമ്മുടെ വായിന്ന് വരുന്നത്. എനിക്ക് എന്തായാലും ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.